എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കൊക്കെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് അല്ലേ? ചെറുതും വലുതുമായിട്ടുള്ള കുറേ ലക്ഷ്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളല്ലേ നമ്മളൊക്കെ. എന്നാൽ ജീവിതം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പല ലക്ഷ്യങ്ങളും ജീവിതത്തിൽ നടത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു കുറേ ലക്ഷ്യങ്ങളൊക്കെ, പക്ഷെ പലതും നടന്നിട്ടില്ല. എന്നാൽ അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കിയപ്പോൾ എന്തുകൊണ്ടാണ് ഒരാൾക്ക് അയാളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയാതെ പോകുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിലേക്ക് കടന്നു വന്ന കുറേ കാരണങ്ങളുണ്ടായിരുന്നു. ആ കാരണങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഒരുപക്ഷെ നിങ്ങളിൽ ആർക്കെങ്കിലും ഞാൻ പറയുന്ന പോയിന്റ്സിൽ ഏതെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടാൽ അതൊരു വലിയ കാര്യമല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പല ലക്ഷ്യങ്ങളും നടക്കാതെ പോകുന്നത് നമ്മുടെ ചിന്തകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങളിലൂടെയാണ്. അതായത് നമ്മുടെ ചിന്തകൾക്ക് നമ്മുടെ ലക്ഷ്യങ്ങളുമായിട്ട് വലിയ ബന്ധമുണ്ട്. നമ്മുടെ ചിന്തകൾ പെർഫെക്റ്റ് ആണെങ്കിൽ നമുക്ക് ലക്ഷ്യങ്ങളിലേക്ക് ഓടാനും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും എളുപ്പമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് അയാളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ അയാളുടെ ചിന്തകളും ചിന്താഗതികളും എങ്ങനെയായിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വളരെ ദൂരെയായിരിക്കും, അത്ര അടുത്തൊന്നും ആയിരിക്കില്ല. ഒരുപാട് കടമ്പകൾ കഴിഞ്ഞിട്ട് വേണം ആ ലക്ഷ്യത്തിൽ എത്തിപ്പെടാൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലക്ഷ്യം എത്ര ദൂരെയാണെങ്കിലും മനസ്സിൽ നിന്ന് ആ ലക്ഷ്യം അകലാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നം, നമുക്കൊരു ലക്ഷ്യമുണ്ടാകും, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതിനിടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒക്കെ കടന്നു വരുമ്പോൾ മെല്ലെ മെല്ലെ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ലക്ഷ്യം വഴുതിപ്പോവാറാണ് പതിവ്. ശരിയല്ലേ? നമ്മളത് മെല്ലെ അതങ്ങ് അവസാനിപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ പല ആളുകളും, അതായത് ജീവിതത്തിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം പല ആളുകളും പറയുന്നത് കേട്ടിട്ടില്ലേ, എനിക്കൊക്കെ കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും നടക്കില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ അതൊക്കെ ഒഴിവാക്കിയെന്ന് ജീവിതത്തിൽ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അതായത് ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ മെല്ലെ മെല്ലെ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ ലക്ഷ്യങ്ങൾ വഴുതിപ്പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തിരിച്ചറിയേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ എത്ര ദൂരെയാണെങ്കിലും അതിനിടയിൽ എന്ത് ബുദ്ധിമുട്ടുകളും എന്ത് പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും കടന്നു വന്നാലും ആ ലക്ഷ്യം നമ്മുടെ മനസ്സിൻ്റെ അരികിൽ എപ്പോഴും നമ്മൾ സൂക്ഷിക്കുക. മനസ്സിൽ എപ്പോഴും അതിൽ നിന്ന് പുറത്ത് കളയാതെ എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് മുമ്പ്, അതായത് യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് തന്നെ അത് നേടിയെടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയണം. ഇപ്പോൾ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുകയാണ്. എന്നാൽ ആ പരീക്ഷ എഴുതി വിജയിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം നമുക്ക് ഇപ്പോഴേ അനുഭവിക്കാൻ പറ്റണം. അത് യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പേ തന്നെ. അപ്പോഴാണ് നമുക്ക് പഠിക്കാൻ ഒരു എനർജി കിട്ടുക, ഒരു സന്തോഷം തോന്നുക, ഒരു ആത്മവിശ്വാസം തോന്നുക. അത് നേടിയെടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യപ്പെടുന്നത് അത് യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് തന്നെ അത് നേടിയെടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയണം. നമ്മളൊരു യാത്ര പോവുകയാണെന്ന് കരുതുക. ഒരു യാത്ര പോകാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഒരുപാട് അത് ആസ്വദിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ്? അത് പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം നമുക്കിപ്പോഴേ അനുഭവിക്കാൻ പറ്റുന്നത് കൊണ്ടാണ്. ജീവിതത്തിൽ ഏതൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ആ ലക്ഷ്യം നേടിയെടുത്തതിന് ശേഷമുള്ള ഒരു സന്തോഷത്തെ നമുക്കിപ്പോഴേ അനുഭവിക്കാൻ കഴിയണം. ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയാൽ ലക്ഷ്യങ്ങളിലേക്ക് ഓടാൻ വല്ലാതൊരു ആത്മവിശ്വാസവും സന്തോഷവും, ഏത് പ്രതിസന്ധികൾ വന്നാലും അതിനെ വളരെ എനർജറ്റിക്കായിട്ട് വളരെ ആക്റ്റീവായിട്ട് നമുക്കതിനെ കൈകാര്യം ചെയ്യുവാനും നമ്മുടെ മനസ്സ് തയ്യാറെടുക്കുമെന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നിശ്ചിത സമയപരിധിക്കുള്ളിൽ നമ്മൾ ലക്ഷ്യം കാണുക എന്നുള്ളതാണ്. പലപ്പോഴും ലക്ഷ്യത്തിന് അങ്ങനെ കണക്കും സമയമൊന്നും ഉണ്ടാവില്ല. നടക്കുമ്പോൾ നടക്കട്ടെ എന്നായിരിക്കും പലപ്പോഴും നമ്മളെ ചിന്തിക്കുക. അങ്ങനെയല്ല, നമ്മുടെ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോഴും ആ ലക്ഷ്യം നേടുന്നതിന് ഒരു സമയപരിധി നമുക്ക് നിശ്ചയിക്കാൻ പറ്റണം. നമ്മളൊരു വീടെടുക്കണം എന്നുള്ളത് നമുക്കൊരു ലക്ഷ്യമാണെന്നിരിക്കെ, അത് എത്ര കാലം കൊണ്ട്, എത്ര വർഷം കൊണ്ട്, 2 വർഷം കൊണ്ട്, 3 വർഷം കൊണ്ട്, 5 വർഷം കൊണ്ട്, ഇത്ര വർഷത്തിനുള്ളിൽ ആ വീട് പൂർത്തിയാക്കണം എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റണം. നമുക്കൊരു കാറ് വാങ്ങണം, അടുത്ത വർഷം ഒരു കാറ് വാങ്ങണം, 2 വർഷത്തിനുള്ളിൽ ഒരു കാറ് വാങ്ങണം, ഒരു 6 മാസത്തിനുള്ളിൽ കാറ് വാങ്ങണം. ഇങ്ങനെ ഒരു സമയപരിധി ലക്ഷ്യത്തിന് നിശ്ചയിക്കാൻ പറ്റണം. ഇവിടെ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മുടെ കഴിവും താല്പര്യവും നമ്മുടെ നിലവിലുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാവണം നമ്മുടെ സമയപരിധി നിശ്ചയിക്കേണ്ടത് എന്നുള്ളതാണ്. അടുത്ത ആഴ്ച തന്നെ പോയിട്ട് എവറസ്റ്റ് കീഴടക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുമോ?
നടക്കില്ല. കാരണം അതിന് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. അതിനിടയിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഇത് എത്ര കാലത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റും എന്ന ഒരു കാൽക്കുലേഷൻ നമുക്കുണ്ടായിരിക്കണം. ആ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സമയപരിധി നിശ്ചയിച്ച് അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോഴാണ് ആ ലക്ഷ്യത്തിന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടാവുന്നത്. ജീവിതത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യം കൂടിയാണ്. നമ്മളൊരു സമയപരിധി നിശ്ചയിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ നിലവിലുള്ള അവസ്ഥ കൂടി മനസ്സിലാക്കിയിട്ടാവണം അതിൻ്റെ സമയപരിധി നിശ്ചയിക്കേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ സമയപരിധി നിർബന്ധമായിട്ടും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. നമ്മളൊരു പരീക്ഷയൊക്കെ എഴുതാൻ തയ്യാറെടുക്കുമ്പോൾ ഒരു ടൈം ഷെഡ്യൂളൊക്കെ ഉണ്ടാക്കുന്നില്ലേ ഓരോ വിഷയത്തിനും? എന്തുകൊണ്ടാണ്? അത് കൃത്യമായിട്ട് അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടും ഓടുമ്പോൾ ഇത്ര സമയത്തിനുള്ളിൽ ആ ലക്ഷ്യം നേടണം എന്ന ഒരു കാൽക്കുലേഷൻ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കണം. ഇനി നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ജീവിതത്തിൽ ഒരു ലക്ഷ്യം നേടാൻ ഒരു റൂട്ട് മാപ്പ് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ലക്ഷ്യം എവിടെയാണ് എത്തിച്ചേരേണ്ടത് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനൊരു റൂട്ട് മാപ്പ് റെഡിയാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്കവിടെ എത്തിപ്പെടാൻ പറ്റില്ല. നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോവുകയാണ്. നിങ്ങൾക്ക് വഴി അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? സുഹൃത്തിനോട് ലൊക്കേഷൻ അയച്ചു തരാൻ പറയും, നിങ്ങളുടെ വാട്സാപ്പിൽ ഇടാൻ പറയും. ആ ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാലോ നിങ്ങൾക്ക് കുറെ കൂടി എളുപ്പമായി അല്ലേ? ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ വഴിയിലൂടെ പോകാൻ പറ്റും. ജീവിതത്തിലെ ലക്ഷ്യങ്ങളും ഇങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏത് ലക്ഷ്യമാണോ നേടാൻ ആഗ്രഹിക്കുന്നത്, എവിടെയാണോ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നത്, അവിടെ എത്തിച്ചേരാൻ ആവശ്യമായിട്ടുള്ള ഒരു റൂട്ട് മാപ്പ് നമുക്കുണ്ടായിരിക്കണം. അതുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി ആ വഴികളിലൂടെ സഞ്ചരിച്ച് നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് വലിയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ലക്ഷ്യങ്ങളിലേക്ക് എങ്ങനെയാണ് യാത്ര ചെയ്യേണ്ടത്, ഏത് വഴിയിലൂടെയാണ് കൃത്യമായി യാത്ര ചെയ്യേണ്ടത് എന്ന് നമുക്ക് കണ്ടുപിടിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയാറില്ല. മുന്നിൽ കണ്ട വഴിയിലൂടെ ഒരു യാന്ത്രികമായ ഒരു ഒഴുക്ക് പോലെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകും. ഒടുവിൽ വഴി തെറ്റും. പിന്നീട് മെല്ലെ മെല്ലെ മനസ്സിൽ നിന്ന് ആ ലക്ഷ്യം ഉപേക്ഷിക്കും. അങ്ങനെയൊക്കെയാണ് പലപ്പോഴും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ ഏത് ലക്ഷ്യം, നിങ്ങൾക്ക് ഒരു കായിക താരമാവണം, അല്ലെങ്കിൽ ഒരു കലാകാരനാവണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേഖലകളിൽ എത്തിപ്പെടണം, അങ്ങനെ ഏത് മേഖലയിൽ എത്തിപ്പെടണമെങ്കിലും അതിനെല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഒരു വഴികളുണ്ട്. ജീവിതത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്തു തീർക്കേണ്ട കുഞ്ഞു കുഞ്ഞു ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കിയിട്ടായിരിക്കാം ഒരുപക്ഷെ ആ വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടത്. അപ്പോൾ ആ റൂട്ട് മാപ്പ് കൃത്യമായി മനസ്സിലാക്കി ആ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളെയൊക്കെ നേടിയെടുത്ത് മെല്ലെ മെല്ലെ ആ വലിയ ലക്ഷ്യത്തെ കൈപ്പിടിയിൽ ഒതുക്കുക എന്നതാവണം നമ്മുടെ ചിന്തയിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. ഇനി അഞ്ചാമത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മുടെ പരിമിതികളെക്കുറിച്ച്, നമ്മുടെ പോരായ്മകളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ബോധമുണ്ടാവണം. അതായത് ജീവിതത്തിൽ ഏതൊരാൾക്കും ഏതൊരു ലക്ഷ്യം നേടാനും എന്തുണ്ടാവണം? ആ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ചില കഴിവുകളും താല്പര്യങ്ങളും ഉണ്ടായിരിക്കണം അല്ലേ? എന്നാൽ ഏതൊരാൾക്കും ഏത് മേഖലയിൽ എത്ര വലിയ കഴിവുണ്ടായാലും ആ കഴിവുകളോടൊപ്പം തന്നെ ചില പോരായ്മകളും ചില പരിമിതികളും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ആ പോരായ്മകൾ, ആ പരിമിതികൾ മനസ്സിലാക്കിയിട്ടാവണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്, ലക്ഷ്യത്തിന് വേണ്ടി ഓടേണ്ടത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്നോട്ടേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പോരായ്മകളും നമ്മുടെ പരിമിതികളും ഒക്കെ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി വരും. ആ സമയത്ത് അതിനെ പ്രതിരോധിക്കുവാൻ, അതിനെ മറികടക്കുവാൻ നമുക്ക് ഇങ്ങനെയൊരു പോരായ്മയുണ്ട് എന്ന തിരിച്ചറിവാദ്യം ഉണ്ടാവുകയും അതിനുവേണ്ടിയുള്ള സൊല്യൂഷൻ ആദ്യമേ കണ്ടെത്തി മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അവനവൻ്റെ പരിമിതികളെക്കുറിച്ച്, അവനവൻ്റെ പോരായ്മകളെക്കുറിച്ച് ആദ്യം ബോധവാന്മാരാവുക. എന്നിട്ട് തൻ്റെ കഴിവുകളെ, തൻ്റെ പ്രത്യേകതകളെ ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് ആ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വഴി. ആറാമതായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, ലക്ഷ്യത്തിലേക്കുള്ള ഏതൊരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയും എളുപ്പമായിരിക്കില്ല എന്ന ബോധം നമുക്കുണ്ടായിരിക്കണം. അത്ര സുഖകരമായിട്ടുള്ള ഒരു യാത്രയായിരിക്കില്ല ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയും. ലക്ഷ്യം വലുതാകും തോറും അതിൻ്റെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും വലുതായിരിക്കും. ആ യാത്ര അത്രക്കേറെ ദുർഘടം പിടിച്ചതായിരിക്കും. ആ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഓടുമ്പോൾ കടന്നു വരുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ മറികടക്കണമെങ്കിൽ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അപ്പോഴാണ് അതിനെ ആത്മവിശ്വാസത്തോടെ നമുക്കതിനെ നേരിടാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തിൽ ഏതൊരു ലക്ഷ്യത്തിലേക്ക് ഓടുമ്പോഴും നമ്മൾ തിരിച്ചറിയുക, ഇതൊക്കെ എളുപ്പമുള്ള കാര്യമല്ല, ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ മാത്രമേ ഈ ലക്ഷ്യങ്ങളൊക്കെ ജീവിതത്തിൽ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് സ്വയം ബോധ്യപ്പെടുക, മനസ്സിലാക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി അവസാനത്തെ ഏഴാമത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ,
പരാജയപ്പെടുമെന്ന ഒരു പേടിയുണ്ടല്ലോ, അത് നമ്മളിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ള കാര്യം ഈ ഒരു കാര്യമായിരിക്കും. അതായത് ലക്ഷ്യങ്ങളൊക്കെ നമുക്കുണ്ടായിരിക്കും, ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരു പാതി വഴിയിൽ വെച്ചിട്ട് ഇത് പരാജയപ്പെടുമെന്ന ഒരു പേടിയിൽ, ഒരു തോന്നലിൽ നമ്മൾ എന്ത് ചെയ്തു, അത് അവിടെ അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. അത് അവസാനിപ്പിച്ചിട്ട് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ വഴിമാറിപ്പോയി എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രശ്നം. എൻ്റെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെയുള്ള അവസ്ഥകളും സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു ലക്ഷ്യത്തിന് വേണ്ടി കുറേ ഓടി, പിന്നീട് അത് നടക്കില്ല എന്ന് തോന്നി, അതവിടെ ഇട്ടിട്ട് മറ്റൊരു വഴിയിലേക്ക് പോയി. പലപ്പോഴും ജീവിതത്തിൽ കുറച്ചുകൂടി ശക്തമായിട്ട് ആ ലക്ഷ്യത്തിലേക്ക് തന്നെ ഓടാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ ലക്ഷ്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നു. ഒരു പക്ഷേയല്ല, ചിലപ്പോൾ ഏറെക്കുറെ പൂർണ്ണമായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് പരാജയപ്പെടും എന്ന തോന്നലിൽ നമ്മൾ പാതി വഴിയിൽ ഒരു ലക്ഷ്യവും ഉപേക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഏതായാലും ഈ 7 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഓടുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ നമ്മുടെ ചിന്തകളിൽ കൊണ്ടുവന്നാൽ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ, ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ പലർക്കും സാധിക്കും. നമുക്ക് ഓരോരുത്തർക്കും സാധിക്കും. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.